നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ശരീരം മുഴുവനായുള്ള വേദന, പിടുത്തം അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹായ്, എൻ്റെ പേര് ഐറൻ, മാന ഹെൽത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. 30 മിനിറ്റ് ബോഡി മൂവ്മെന്റ്സിന് ശേഷം നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്ന പിടുത്തം അല്ലെങ്കിൽ വേദന കൂടി വരികയാണെങ്കിൽ അത് സന്ധിവാതം മൂലമാകാം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നട്ടിൽ നിവർത്താൻ പോലും പ്രയാസമാണെങ്കിൽ അത് സ്ലിപ്പ് ഡിസ്ക് പോലുള്ള ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നമാകാം. ചിലപ്പോൾ അത് ഓസ്റ്റിയോപോറോസിസ് മൂലമാകാം. ഓസ്റ്റിയോപോറോസിസിൽ സംഭവിക്കുന്നത് നമ്മുടെ അസ്ഥികൾ ദുർബലമാവുകയും അവിടെ ചില മൈക്രോ ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ വേദന വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നട്ടെല്ലാണ് കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത്. ഇതിനു പുറമെ വരുന്ന മറ്റു കാരണങ്ങൾ: ഒന്നാമത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ജോയിൻസിൽ നീർക്കെട്ട് വരികയും മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വേദനയ്ക്കും കാരണമായേക്കാം. രണ്ടാമത് വരുന്നത് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സ്കിൻ സോറിയാസിസുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ധിവേദന. മൂന്നാമത് ആങ്കൈലോസിസ് സ്പോണ്ടൈലോസിസ്, നടുവേദനയ്ക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള നടുവിന് വരുന്ന പിടുത്തത്തിനും അത് കാരണമായേക്കാം. ഇത് സ്ഥിരീകരിക്കുവാനായി റുമറ്റോയ്ഡ് ഫാക്ടർ, anti-CCP, CRP, HLA-B27 എന്നീ ബ്ലഡ് ടെസ്റ്റുകൾ മതിയാവും. ഇതുപോലെയുള്ള വേദനകൾക്ക് സൊല്യൂഷനായി ഒന്നാമത് സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ്, യോഗ പോലത്തെ ജെന്റിലായിട്ടുള്ള മൊബിലിറ്റി എക്സസൈസസ്. രണ്ടാമത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ജോയിന്റ് സംബന്ധമായിട്ടുള്ള പെയിൻ ആണെങ്കിൽ ഇലക്ട്രോ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT. സ്പൈൻ സംബന്ധമായിട്ടുള്ള വേദനയാണെങ്കിൽ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി. ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് ക്രയോതെറാപ്പി. പിന്നെ ശരീരത്തിലെ രക്ത ഓട്ടം അല്ലെങ്കിൽ പെയിൻ കുറയാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ തെറാപ്പി കൊണ്ടും സഹായകമാകും. മൂന്നാമതായി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസ്. ഇപ്പൊ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് മാഗ്നറ്റിക് തെറാപ്പി യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ജോയിൻസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൾസ് സിഗ്നൽ തെറാപ്പി യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ലോങ് ടൈം പെയിൻ മാനേജ്മെന്റ് ആണെങ്കിൽ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി നമുക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. നാലാമതായി നമ്മുടെ അസ്ഥികളുടെ അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യത്തിനായി വൈറ്റമിൻ D സപ്ലിമെന്റ്സ് എടുക്കുക. അഞ്ചാമതായി നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ്. പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഇതുപോലുള്ള വേദനകൾ കാരണം ലൈഫിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഡോണ്ട് വെയിറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി മാന ഹെൽത്തിന്റെ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക.